ആയിഷ പോലെ അങ്ങനെ ഒരു നന്മമര സിനിമ ചെയ്തതിൽ നിന്നും നേരെ വിഭിന്നമായിട്ട് അത്രയൊന്നുമല്ല, തീരെ നന്മമരമല്ലാത്ത ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ ചെയ്യാമെന്ന് രണ്ട് ധ്രുവങ്ങളിലുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. പെർഫോം ചെയ്യുന്ന സുരാജേട്ടനെ പോലത്തെ നമുക്ക് എന്താണ് മൂപ്പര് ഏത് രീതിയിലേക്കാണ് നീങ്ങാന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മൂപ്പര്. എൻ്റെ വർക്ക് എടുത്ത് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. നമ്മളൊരു ക്യാമറ വെച്ച് ക്യാമറ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫി നന്നായിട്ടുണ്ടെന്ന് പറയുന്നതിന് അപ്പുറം നമ്മൾ വെച്ച ഫ്രെയിമിൽ ഒരു സ്റ്റോറി ഉണ്ടാവണം. അതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യണം. നമ്മുടെ വീടുകളിൽ നമ്മൾ കാണാറുണ്ട്, അച്ഛൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, അല്ലെങ്കിൽ അച്ഛനെ കൊന്നു കുഴിച്ചു മൂടി, അല്ലെങ്കിൽ മകനെ കൊന്നു കുഴിച്ചു മൂടി എന്നൊക്കെ നമ്മൾ പത്രവാർത്തകളിൽ കാണാറുണ്ട്. അത് യാഥാർത്ഥ്യമാണല്ലോ. അത് പക്ഷേ നമ്മൾ പത്രത്തിൽ കാണുകയാണ്. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത അയൽപ്പക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇതിനേക്കാളും വലിയ അടി നടക്കുന്നുണ്ടാവും. ഷാരോണിൻ്റെ ഉള്ളിലും ഈ കട്ട് കഴിഞ്ഞാൽ അടുത്ത കട്ടിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരേണ്ടത് എന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് മൂപ്പരുള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ മൂപ്പർക്ക് ആ ഫ്രെയിം വെക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഷാരോൺ വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. പറയാം വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഇന്ന് സിനിമാ ഭ്രാന്തനിൽ കൂടെ ഉള്ളത് ED എന്ന സിനിമയുടെ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും അമീർ ആൻഡ് ഷാരോൺ ശ്രീനിവാസ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ആദ്യത്തെ സിനിമ ആയിഷ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയായിട്ട് ചെയ്തു. സെക്കൻഡ് മൂവി ED ഒരു മെയിൽ സെൻട്രിക് മൂവിയായിട്ട് ചെയ്തു. ഇത് പ്ലാൻഡ് ആയിരുന്നോ ശരിക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്? ഇല്ല, അങ്ങനെ രണ്ടും പ്ലാൻഡ് അല്ല. ഇപ്പം ആയിഷ ആണെങ്കിലും അങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് എന്ന ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് ചെയ്തൊരു പ്രൊജക്റ്റ് അല്ല. ഈവൻ ഇതാണ് പോലും സബ്ജക്റ്റ് വൈസാണ് നമ്മളെപ്പോഴും. ആയിഷ കുറച്ചും കൂടിയൊക്കെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി വയബിൾ അത്ര കുറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതകഥയായിരുന്നു. നിലമ്പൂർ ആയിഷ എന്നുള്ള ആൾക്ക് ഞാൻ മുമ്പ് 1-2 ഇൻ്റർവ്യൂസ് പറഞ്ഞിരുന്നു. അവർക്കൊരു ട്രിബ്യൂട്ട് എന്ന പോലെ അവരെയും കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നൊരു സിനിമയാണ്. ഈ ED എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമ പോലെ ആവരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്തതാണ്. കുറച്ചുകൂടി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് തിയേറ്ററിൽ ആയിഷയിൽ എപ്പോഴും അങ്ങനെ ചിരിക്കാനുള്ള എലമെൻറ്റുകളോ അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള എലമെൻറ്റുകളോ ഇല്ല. കാരണം അത് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് അത്രയും കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളുള്ള ഒരാളുടെ സിനിമയായിരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതകഥയായിരുന്നു. അപ്പോൾ നമുക്ക് അതേ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കതിൽ കൂടുതൽ കാണിച്ചു വെക്കുന്നൊരു പരിധി ഉണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ അങ്ങനെ പരിധികളില്ല. EDയിൽ പ്രത്യേകിച്ച് ബിനു എന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയ ഒരു വീട്ടിനകത്ത് നമുക്ക് പരിചയമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കോലത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു മകൾ, അളിയൻ, ഇങ്ങനൊരു സെറ്റപ്പിനകത്ത് മനുഷ്യൻ അയാളുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലോ അയാളുടെ അവകാശങ്ങൾക്ക് മേലോ ബ്ലഡ് റിലേഷനിലുള്ള ഒരാൾ തന്നെ ഇടപെട്ടാൽ ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള സബ്ജക്റ്റിന് പുറത്ത് ഇങ്ങനൊരു ഐഡിയ നമ്മുടെ ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് എൻ്റെ റൈറ്റർ ആഷിഫ് കക്കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആയിഷ പോലെ അങ്ങനെ ഒരു നന്മമര സിനിമ ചെയ്തതിൽ നിന്നും നേരെ വിഭിന്നമായിട്ട് അത്രയൊന്നുമല്ല, തീരെ നന്മമരമല്ലാത്ത ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ ചെയ്യാമെന്ന് രണ്ട് ധ്രുവങ്ങളിലുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പം സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ സിനിമ നമ്മൾ വേറൊരു ജോണറിലുള്ള സിനിമയായിരിക്കും ആലോചിക്കുക. എപ്പോഴും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെ. ഇപ്പൊ ഷാരോണേട്ടൻ ആദ്യം ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഫുൾ കഥ നടക്കുന്നത്. അപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഫ്രെയിംസ് മനസ്സിലേക്ക് വരുമല്ലോ. ആദ്യത്തെ ആ കഥ കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രെയിമിങ്ങും പിന്നീട് നിങ്ങൾ രണ്ടുപേരും കൂടെ അസോസിയേറ്റ് ചെയ്ത് ലൊക്കേഷൻ കണ്ടതിന് പോവുക, ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ആദ്യം മനസ്സിൽ കണ്ട ഫ്രെയിമും ഫൈനൽ ഔട്ട്പുട്ടും ഇതിന്റെ എങ്ങനെയാ പറയാൻ പറ്റുക? പക്ഷെ നമ്മള് വിചാരിച്ച പോലെ തന്നെയാണ് ഫൈനൽ ഔട്ട്പുട്ട് വന്നത്. കാര്യം ഞാനിപ്പോൾ മുമ്പ് ചെയ്ത പടങ്ങളാണെങ്കിലും ഔട്ട്ഡോറും കുറേ ഉണ്ട്. അപ്പോൾ ഇതിലാണെങ്കിലും മൊത്തം ഇൻറ്റീരിയറാണ്, അതായത് 90% ഇൻറ്റീരിയറാണ് പടത്തിൽ. നമുക്ക് ഒരു പ്രീയിൽ നമുക്ക് ഇങ്ങനെ വേണം, അതായത് ഒരു ഔട്ട്ലുക്ക് അമീർ പറഞ്ഞിരുന്നു, നമുക്കധികം കളേഴ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പിടിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു പ്രീയും അതിൻ്റെ ഒരു എന്താ പറയുക കളർ പാലറ്റും കാര്യങ്ങളും. പിന്നെ വെച്ചാൽ ഇതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത് ഈ ഫുൾ ഇൻറ്റീരിയർ പരിപാടികളായിരുന്നു. നമുക്ക് ഈ ഷോർട്സൊക്കെ റിപ്പീറ്റേഷൻ വരാതിരിക്കാനുള്ളൊരു കാര്യം നമ്മൾ നോക്കിയിരുന്നു. കാര്യം ഒന്ന് ഹോസ്പിറ്റല്, ഫ്ലാറ്റ്, വീട്, അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതൽ ലൊക്കേഷൻസ്. ഇത് തന്നെയാണ് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിത് ആൾക്കാർക്ക് ബോറടിക്കാതെ എന്നാലും അതിൽ എൻഗേജഡ് ആയിട്ടിരിക്കുക. കാര്യം ഞാൻ നോക്കുന്ന ഫ്രെയിം ബ്യൂട്ടിക്ക് അപ്പുറം നമ്മൾ ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്യാനുള്ളൂ. അപ്പോൾ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കാതെ നമുക്ക് ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് ആണെങ്കിലും അങ്ങനെ നമുക്ക്
അത് ഇനീഷ്യലി ഞങ്ങൾ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് അതുപോലെ തന്നെയാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടും കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ശരിക്കും മെയിൻ. ഇപ്പം ഡയറക്ടർ മനസ്സിൽ കാണുന്ന ഒരു വിഷ്വലും ഇപ്പൊ സിനിമാറ്റോഗ്രാഫർ മനസ്സിൽ കാണുന്ന വിഷ്വൽസും ചില സിറ്റുവേഷൻസിലേക്ക് രണ്ടായിട്ട് വരാറുണ്ടല്ലോ. അപ്പൊ അവിടെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ആദ്യം ഷാരോണിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, നമുക്ക് ഷാരോണെ സെറ്റിൽ വെച്ചിട്ട് എനിക്കിത് ഇവിടെ നിന്ന് ഈ ഫ്രെയിമിൽ ഇത്ര ലെൻസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഷോട്ട് വേണം എന്ന് ഞാൻ പറയില്ല. ഞാൻ അതിന് മുമ്പ് പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ ഓരോ സീനും കൃത്യമായിട്ട് ഷാരോണും കൂടി ഇരുന്ന് നമ്മൾ എന്താണ് ആ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ നമുക്ക് ഏത് രീതിയിലുള്ള ഇമോഷൻസ് ആണ്, ഏത് ക്യാരക്ടറിൻ്റെ എന്ത് ഇമോഷൻസ് ഏത് റേഞ്ചിലാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വന്നു കഴിഞ്ഞ് പിന്നെ സെറ്റിലെത്തിയാൽ എനിക്ക് ഏകദേശം അറിയാം ഷാരോൺ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കുള്ള ഔട്ടും പരിപാടികളൊക്കെ ഷാരോൺ, കാരണം ആയിഷ എന്നുള്ള സിനിമ ഒരു പാലസിനകത്ത് ഇതേപോലെ ഇൻറ്റീരിയർ, അതൊരു പാലസ് ഇതൊരു വീടും ഫ്ലാറ്റ് എന്നുള്ള വ്യത്യാസം തന്നെ സിനിമ കോണ്ടസ്റ്റിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ അതുപോലെ ആയി പോകരുത്. ഇപ്പോൾ ആയിഷ ചെയ്യുക അതേപോലെ തന്നെ ഇതും ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫിലിം മേക്കുന്നത് എനിക്കതിൽ പ്രത്യേകിച്ചൊരു ഹൈ എൻഡ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോണിന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഡയറക്ടർക്ക് സിനിമോട്ടോഗ്രാഫർ എടുത്ത് പ്രീ പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി സേഫായി എന്നുള്ളതാണ്. ഒരു ഹാഫ് ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്യാമറമാൻ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കഥ പറച്ചിൽ പരിപാടികളിൽ അത്രയും നമുക്ക് എളുപ്പം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് പെർഫോം ചെയ്യുന്ന സുരാജേട്ടനെ പോലത്തെ നമുക്ക് എന്താണ് മൂപ്പര് ഏത് രീതിയിലേക്കാണ് നീങ്ങാന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മൂപ്പര് പെർഫോമൻസ് വൈസ് തന്നെ. അപ്പോൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് മൂപ്പര് സീൻ മൂപ്പരുടെ ഇൻപുട്ടും കൂടി ഇട്ട് അമിറാത്ത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മൂപ്പര് ചിലപ്പോൾ പറയും, ചിലപ്പോൾ മൂപ്പര് അത് പറയൂല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൂപ്പര് ചെയ്യുന്ന ഔട്ട് അതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ ഇതെന്താണ് ഇങ്ങനെ, ചിലപ്പോൾ ഇവിടുന്ന് പെട്ടെന്നൊരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഷാരോൺ ഈ സാധനം വെച്ചിട്ട് ചിലപ്പോൾ അതിന്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആംഗിളിലേക്ക് അല്ലേ പെട്ടെന്ന് ടപ്പേ തൊട്ട് മൂപ്പര് അങ്ങോട്ട് പോയി ഇരിക്കുകയോ, ചിലപ്പോൾ നിന്നിട്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക മൂപ്പര് ബാക്കിയുള്ളത്, പെട്ടെന്ന് മൂപ്പര് അങ്ങോട്ട് ഇരുന്നാളി. അപ്പം ഓക്കെ ലെൻസുരായിട്ടായിരിക്കും, അല്ല സുരായിട്ട് നമ്മൾ അങ്ങനെയല്ല പ്ലാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വൈഡ് വെക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആംഗിൾ മൂവ്മെന്റിലേക്ക് ക്യാമറ പരിപാടികൾ ഷിഫ്റ്റ് ചെയ്യും. കാരണം ആർട്ടിസ്റ്റ് എത്രത്തോളം ബ്രില്യൻ്റ് ആകുന്നു അത്രയും നമ്മൾ പണികൾ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം ഔട്ടിൽ വരുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ നമ്മളിങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു, കുറേ ചാർജിങ് ഷോട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സീനുകളുടെ എൻഡും. അപ്പൊ ഞാൻ പറഞ്ഞു ഷാരോണെ മിക്കവാറും ഇത് കഴിയുമ്പോൾ നീ ചാർജിൻ ഷാരോൺ എന്നറിയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണ് ഓരോ ഷോട്ട് എടുത്തിട്ട്. അപ്പൊ ഷാരോൺ പറഞ്ഞു ദൈവം ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്താ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആംഗിളുകളിൽ നിന്നും ഷോട്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്കതൊന്നും എഡിറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ അല്ലേ അങ്ങനത്തെ ഒരു പരിപാടി എവിടെയും ഫീൽ ചെയ്തിട്ട് ഇല്ല. പക്ഷെ നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കെ ഇത് നമുക്കിനി നമ്മൾ ചെയ്യുന്നതിൽ ഈ ചാർജിങ് കൂടി പോകുന്നുണ്ടോ, കാരണം സീനിൽ ആ ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഇങ്ങനെ പോയി ഒപ്പിയെടുത്ത് തിരിച്ചു വരിക, ഇത് തന്നെയാണ് എല്ലാ സീനിലും നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ അത് ബ്രില്യൻ്റ് ആയിട്ട് ഷാരോൺ മറികടന്നു എന്നുള്ളതാണ്. കാരണം എഡിറ്റിംഗ് പെർസ്പെക്റ്റീവിൽ കൂടി സിനിമ കാണുമ്പോഴാണ് അതൊരു ക്യാമറമാന് ഡയറക്ടർക്ക് ഉറപ്പായിട്ടുണ്ടാവണം. നമ്മൾ ക്യാമറ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഷാരോണിന്റെ ഉള്ളിലും ഈ കട്ട് കഴിഞ്ഞാൽ അടുത്ത കട്ടിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരേണ്ടത് എന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് മൂപ്പരുള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ മൂപ്പർക്ക് അത് ആ ഫ്രെയിം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഷാരോൺ വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഷാരോണിനെ സംബന്ധിച്ച് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏറ്റവും അടിപൊളി ഒരു വർഷം തന്നെ ആയിരുന്നല്ലോ. ഇതില് ഞാൻ പറയണ ഇപ്പൊ നമ്മുടെ തന്നെ നോക്കി കഴിഞ്ഞാൽ പല്ലൊട്ടി, കൽബ്, ഈടി മൂന്ന് രീതിയിൽ വരുന്ന സിനിമകളും 3 പെർസ്പെക്റ്റീവിൽ കഥ പറയുന്ന സിനിമകളും അല്ല. ശരിക്കും പറഞ്ഞാൽ ഷാരോണിനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു ഫിലിം എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാ ഷാരോണിനെ ശരിക്കും സിനിമയെ നോക്കി കാണുന്നതൊക്കെ? അല്ല, എനിക്ക് എല്ലാ പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ പടങ്ങളും ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇല്ല. എനിക്ക് എനിക്ക് സ്റ്റോറി അത്ര ഭയങ്കര സ്ക്രിപ്റ്റ് അത്രയും കാര്യം എനിക്ക് അങ്ങനെ എൻ്റെ വർക്ക് എടുത്ത് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹമില്ലാത്ത ഒരാളാണ്. നമ്മളൊരു ക്യാമറ വെച്ച് ക്യാമറ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫി നന്നായിട്ടുണ്ടെന്ന് പറയുന്നതിന് അപ്പുറം നമ്മൾ വെച്ച ഫ്രെയിമിൽ ഒരു സ്റ്റോറി ഉണ്ടാവണം, അതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കൽബ് ചെയ്തിട്ടുള്ള ഒരു അത്രയും എഫേർട്ട് ഈടിക്ക് എടുക്കേണ്ടതില്ല. കാരണം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ക്യാമറമാൻ എന്തെങ്കിലും കഴിവ് പ്രൂവ് ചെയ്യേണ്ട ഒരു സിനിമയുമല്ല. പക്ഷെ പാളിപ്പോയാൽ ഭയങ്കര ബോറിംഗ് ആണ് സിനിമോട്ടോഗ്രാഫി എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. എടുക്കുന്ന ബേസിക്കിൽ നിന്നുകൊണ്ട് വെറുപ്പിക്കാണ്ട് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. മറ്റേത് നമുക്ക് എക്സ്റ്റീരിയറിൽ ഏത് സ്വാതന്ത്ര്യമാണല്ലോ, എവിടെയും ഫ്രെയിം വെക്കാം, ഏത് ആംഗിൾ. ഇത് ഒരു ഹാളിനകത്ത് നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ടാവും മനസ്സിലാവും. ഒരു സോഫ, 2 സോഫ ഇപ്പുറത്തിട്ടിട്ട് അതിനകത്ത് തന്നെ ഒരുപാട് സീനുകളുണ്ട്. കിച്ചൺ ഉണ്ട്, പിന്നെ ഡൈനിങ് ഹാൾ ഉണ്ട്. അത് വീട്ടിലും ഹോസ്പിറ്റലിലും ഫ്ലാറ്റിലും ഇന്റീരിയർ ആണ്.
പക്ഷെ നമുക്ക് തൊട്ട് മുമ്പത്തെ സീനിൽ കണ്ടതുപോലെയുള്ള ഒരു വിഷ്വൽ പരിപാടി ആയിരിക്കരുത്, ലെൻസിങ് ഫ്രെയിമിങ് ആയി, അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ അത് ഷാരോൺ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് EDയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും. ഇപ്പോൾ എല്ലാവരും റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതായത് നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ പോവുക എന്ന് പറയുന്നതിൽ സിനിമാറ്റോഗ്രാഫർ ഭയങ്കരമായിട്ട്. അല്ല, എനിക്കിപ്പോ റിവ്യൂസ് കാണുമ്പോഴും ഇപ്പൊ എടുത്ത് പറയാതിരിക്കുന്ന എനിക്ക് മനസ്സിലാവും. ഒരു അതിൽ പെർഫോം ചെയ്യുന്ന സുരാജേട്ടനാണ്. നമുക്കതെങ്ങനെ എന്താ പറയാ, ഓഡിയൻസ് ചേർക്കത് വേറെ അത് ഇവൻ എന്തെങ്കിലും കളേഴ്സ് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധ അതിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ ആയിരുന്നു. ഇപ്പൊ നമ്മൾ കളേഴ്സ് ഇല്ലാന്നല്ല, നമ്മൾ കളേഴ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റിലായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് കാണുന്ന ആൾക്കാർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഈ വീട്ടിലെ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ട്രെയിലർ കാണുന്നുണ്ട്, കസേര പൊട്ടിക്കുന്നൊക്കെ, അത് നമുക്ക് കാണുമ്പോൾ ഒരു ലിമിറ്റഡ് സ്പേസ് ആണ്. അപ്പൊ ആ ഒരു സ്പേസിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ലൈക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും? അതുണ്ടായിരുന്നു. കാര്യം നമ്മളത് ആക്ച്വലി നൈറ്റ് സീൻ ആണ്, പക്ഷെ എടുത്ത് ഡേയിലായിരുന്നു. നമ്മൾ ആംബിയൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഡേയിൽ എടുത്തത്. പക്ഷെ അത് കാര്യം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് അധികം ആംഗിൾ വെക്കാൻ പറ്റില്ല. വെച്ചാൽ തന്നെ അതിങ്ങനെ റിപ്പീറ്റ് ഷോട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. എങ്ങനെ നമുക്കത് ആ ചേരടിക്കുന്ന സീനില് ക്യാമറയുടെ ബാക്കിൽ ആരും ഇല്ല, ക്യാമറയാണ് ഭിത്തിയോട് ചേർന്നിട്ട് അതാ ടോപ്പിലാണ് വെച്ചത്. അതിനുള്ളിലേക്ക് പോണ മതില് പൊളിക്കണം. ആ വൈഡ് വെക്കാൻ പറ്റുന്നതിനും ഒരു പരിധി ഉണ്ട്, പക്ഷെ അതും അതിന്റെ ബ്യൂട്ടിയാണ്. കാരണം ഒരു നമ്മളെ ആക്ച്വലി ഒറ്റ ഷോട്ടാണ് എടുത്തോളൂ ചേരടിക്കുന്നത്. അതിനത്ര ഇമ്പോർട്ടൻസ് ചെയ്യുന്ന ഷോട്ടായിരുന്നു സീനും. അപ്പോൾ ഓൾറെഡി ക്യാമറ കുറച്ചടുത്താണ്. നമ്മളിത് ശരിക്കുള്ള കസേരയാണ് അടിക്കുന്നത്. ഇത് തെറിച്ചവിടം വരെ വരും എന്നുള്ളത് നമ്മുടെ അതിൽ തന്നെ എനിക്കൊന്ന് വിനയ ചേച്ചിന്റെ കാലിന് ചെറിയൊരു മുറിവ്, അതിന്റെ ഒരു പീസ് ഒരു മുറിവുണ്ടായി. ഒന്ന് വെച്ചാൽ ഇത്രയും ഹൈ നമ്മുടെ സിനിമ ചെറിയൊരു സിനിമയാകുമ്പോഴും ഇങ്ങനെയുള്ള 1-2 സീനുകൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് നോക്കുമല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് വൺസ് ഫസ്റ്റ് ടേക്ക് തന്നെ നമുക്ക് ഓക്കെ ആവണം. അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടാമത്തെ പെർഫോമൻസ് ചിലപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയതായിരിക്കില്ല. ടെക്നിക്കലി നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് പോവരുത് എന്നൊരു ഭയങ്കര നിർബന്ധത്തോടുകൂടിയാണ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒറ്റ ടേക്ക്. കാരണം കസേര ഒരു കസേരയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ പിന്നെ അത്രയും അത് പൊട്ടിച്ച് രണ്ടാമത് വേറൊരു കസേര എടുക്കാൻ അവിടെ ആ സമയത്തില്ല. ആ സമയത്ത് കാരണം നമ്മള് കസേരകളുണ്ട്, പിന്നെ അതിന് ടൈം എടുക്കും അത് ശരിയാക്കാൻ. പിന്നെ ഈ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഹൈ ചിലപ്പോ സുരാജന് കിട്ടണമെന്നില്ല. അത്രയും അതെ ഒറ്റ ടേക്ക് ഓക്കെ ആവണം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാരും ഇരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ബാക്കി മാറ്റി അജു എന്നെ വിളിച്ചിരുന്നു, എടാ ചെയർ പൊട്ടിക്കുന്ന ആ സീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ ആ പരിപാടിയും സുരേഷിന്റെ ആക്ടിങ് ആ സംഗതി എത്തിയോട് കൂടിയാണ് സിനിമയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ. അപ്പൊ നമ്മളത് എടുത്ത എഫേർട്ടെല്ലാം പേ ഓഫ് ആണ്, മീൻസ് ആൾക്കാർക്ക് അത് അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളും അത് കോട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മളത് അതിനേക്കാളുപരി വേറെ കുറെ ഷോട്ടൊക്കെ പോയ വേറെ സീനുകളുണ്ട്. പക്ഷെ അത്തരം ഒരു സീൻ അവിടെയാണ്, ആ സീനോട് കൂടിയാണ് ആ ക്യാരക്ടറിന്റെ ഷിഫ്റ്റിങ് സിനിമക്ക് തന്നെ ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ട് വേറൊരു ട്രാക്കിലേക്ക് മാറുന്നത് ആ കസേര അടിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വൃത്തിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതില് പറയുന്നവരോട് ഞാൻ സ്പോയിലേഴ്സ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് തിരിച്ചു കാണിക്കാൻ അറിയില്ല. ഇത്രയും ഈ ഒരു ഡീപ്പ് തോട്ടിലോട്ട് എങ്ങനെയായിരുന്നു എത്തിയത്? അല്ല, നമ്മൾ ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരുപാട് നന്മമര അച്ഛൻ അമ്മ, നമ്മുടെ എപ്പോഴും കൺസെപ്റ്റ് അങ്ങനെ സോക്കോൾഡ് അച്ഛൻ അമ്മ, അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു വീട് പരിസരം കേരള പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ പല വീടുകൾക്കകത്തും അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ടോക്സിക് പാരന്റിങ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ വയസ്സായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള നാട് കേരളമായിരിക്കും. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പണി, അവരുടെ വയസ്സായിട്ടുള്ള ഒരു അച്ഛനോ ഒരു അമ്മയോ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് സങ്കടമാണ്. ഞാൻ ചിരിച്ചോണ്ടും പറയുന്നത്, ഞാൻ പറഞ്ഞത് 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമൊക്കെ ബോഡി കണ്ടെത്തി അയൽക്കാർ പോയി തുറക്കാത്തപ്പോൾ, പാല് പുറത്ത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ പാൽപാത്രം അല്ലെങ്കിൽ പത്രം പാലിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ജീവിതങ്ങൾ സേഫ് ആക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്തൊരാളെ കുറിച്ചല്ല, ഇൻക്ലൂഡിങ് നമ്മളെല്ലാവരും അവരവരുടെ ജീവിതങ്ങളെ എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കിടയിൽ, ഞാൻ മുമ്പ് 1-2 ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു 2 സെൻറ്റ് സ്ഥലം, ഒരു 3-4 മക്കളുള്ള ഒരു വീട്ടിൽ ഒരു 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്ന് വെച്ചോ, അച്ഛനും അമ്മക്കും ഇനി വീതം വെച്ച് കൊടുക്കാൻ. അത് ആർക്ക് കൊടുക്കും അല്ലെങ്കിൽ എവിടെ അത് എത്തും എന്ന് പറയുന്നിടത്ത് അറിയാം എത്രത്തോളം ഇവർ തമ്മിൽ
സ്നേഹം, രക്തബന്ധം, അച്ഛനമ്മ, സഹോദരങ്ങൾ എന്നുള്ളതിൻ്റെ ഡിസ്കഷൻ ഒരു മോണിറ്ററി ടേംസിൽ വരുമ്പോൾ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞ് കുറേ അധികം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് മനുഷ്യൻ്റെ തനി സ്വഭാവം പുറത്തു വരാൻ പല ഘടകങ്ങൾ അതിനുണ്ടാവാം, അവിടെ നമ്മൾ പുറത്ത് കാണിക്കും. അപ്പോൾ ബിനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണെങ്കിലും ഇനി അതല്ലെങ്കിലും ബിനു എന്ന് പറയുന്ന ഒരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിനുവിനെ മാത്രമല്ല, ഇങ്ങനെയുള്ള ബിനുവിൻ്റെ കുടുംബത്തെ കൂടിയാണ്. അപ്പോൾ അവിടെ അച്ഛൻ എന്ത് സ്വഭാവക്കാരനാണ്, അമ്മ എന്താണ്, നമ്മൾ ഈ കാണുന്ന രീതിയിലാണ് അവരുള്ളത്. ഒന്നുമല്ലാത്ത ഘട്ടത്തിൽ അമ്മ തന്നെ ഒരു പറയുന്ന ഡയലോഗിലാണ് ഇതിൽ ഏറ്റവും വലിയ സൈക്കോ ആരാണെന്ന് തോമസിനോ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞ ബിനുവിനെ മാത്രം പോയി കാണുക എന്നുള്ളതിനപ്പുറത്ത് അമ്മയെയും എല്ലാവരും കാണണം, അച്ഛനെയും എല്ലാവരും കാണണം, ഈ പെങ്ങളെയും കാണണം. എല്ലാവരും ഒരാൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവരുടെ ജീവിതം സെറ്റിലാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ, മറ്റൊന്ന് അവരവരുടെ വീടുകളിൽ സേഫായി നിൽക്കുക, മക്കളെക്കുറിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റത് അച്ഛനമ്മനെയും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇങ്ങനെ അവരവരുടെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവരവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഷെയ്ഡുകൾ മനുഷ്യന്മാരിലുണ്ട് എന്നുള്ളതും അത് നമ്മൾ ഈ കുടുംബത്തിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇടി കൊണ്ട് നമ്മൾ ആകെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം. അത് മാക്സിമം എനിക്ക് തോന്നുന്നു ഇന്ന് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ചിരിച്ചുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റി. സീരിയസ് ആയിട്ട് മാറ്ററാണ്, പക്ഷെ നമ്മൾ ഡാർക്ക് ഹ്യൂമറിലാണ് അതിന് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ആ അർത്ഥത്തിൽ ചിരിച്ചിപ്പോൾ വിളിച്ച് പറയുന്നവരാണെങ്കിലും റിവ്യൂസ് പറയുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു സൈക്കോ ഫാമിലിനെ കാണാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കും പ്രേക്ഷകരുണ്ട് എന്ന് കാണിച്ചു തന്നു, ഇപ്പം ഇത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ അവർ ധൈര്യം വന്നിരുന്നു എന്നൊക്കെ. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ഹ്യൂമറിലല്ലാതെ വേറൊരു ജോണറിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ? ഇല്ല, ഇത് ഡാർക്ക് ഹ്യൂമറിൽ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഇത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ബോറായിരിക്കും. കാരണം ഈ ഫാമിലിക്കകത്ത് ഒരു അച്ഛനെ അല്ലെങ്കിൽ മകനെ ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ കാണാറുണ്ട്. അച്ഛൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, അല്ലെങ്കിൽ അച്ഛനെ കൊന്നു കുഴിച്ചു മൂടി, അല്ലെങ്കിൽ മകനെ കൊന്നു കുഴിച്ചു മൂടി എന്നൊക്കെ നമ്മൾ പത്രവാർത്തകളിൽ കാണാറുണ്ട്. അത് യാഥാർത്ഥ്യമാണല്ലോ. അത് പക്ഷേ നമ്മൾ പത്രത്തിൽ കാണുകയാണ്. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത അയൽപ്പക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇതിനേക്കാളും വലിയ അടി നടക്കുന്നുണ്ടാവും വീട്ടിനകത്ത്. അപ്പം അങ്ങനെ നടക്കുന്നത് നമ്മൾ അതേ സീരിയസ്നെസ്സോട് കൂടിയാണ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ സിനിമ ഭയങ്കര സീരിയസ് സിനിമയായിരിക്കും. ഇത് കണ്ടന്റ് വൈസ് സീരിയസ് ആണ്, പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് വൈസ് നമുക്ക് സീരിയസ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയേ അല്ല. ഈവൻ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഞാൻ പറഞ്ഞ സുരാജേട്ടൻ്റെ ക്യാരക്ടർ കാർ ആക്സിഡന്റ് മരിക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരുന്നു. നമുക്ക് ഇപ്പം ഇതിന്റെ ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയിൽ ഒരാൾ മരിച്ചു പോകുന്നുണ്ട്, അവിടെയും എല്ലാവരും ചിരിച്ചു. ഞാൻ പറഞ്ഞു ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന, പ്രേക്ഷകനെ ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡാർക്ക് ഹ്യൂമർ വർക്കായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരാൾ പെട്ടെന്ന് ടപ്പയെന്ന് പറഞ്ഞ് മരിച്ചു വീഴുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് തിയേറ്ററിൽ. നമ്മളിപ്പോൾ പല തിയേറ്റർ വിസിറ്റും പോകുമ്പോൾ അവസാനം ക്ലൈമാക്സ് എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു അറിയാൻ വേണ്ടി ബാക്കിൽ കയറി നിൽക്കാറുണ്ട്. എല്ലാവരും ആ ഏരിയയിൽ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഈ ഡാർക്ക് ഹ്യൂമറിലൂടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വെക്കുന്നു, അല്ലെങ്കിൽ ആ മരിക്കുന്ന സമയത്ത് അയ്യോ അയാൾ മരിച്ചു പോയല്ലോ എന്നുള്ള സങ്കടമായിരിക്കും മനുഷ്യനുണ്ടാവുക. ആ സങ്കടത്തിലുപരി ഒരു തിയേറ്ററിൽ 100 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 100 ആൾക്ക് ഒരു 80 ആൾക്കാർക്കെങ്കിലും അവിടെ എത്തുമ്പോൾ ചിരി വരുന്നു എന്നുള്ളത് നമുക്ക് പേഴ്സണലി സന്തോഷമുള്ള ഒരു കാര്യം. ഇതിന്റെ ക്ലൈമാക്സിൻ എടുത്ത് തന്നെ പറയേണ്ട ഒന്നാണ്. ആ ഒരു സീൻ അത് ഔട്ട്ഡോർ ആയിരുന്നു ഫുള്ള് ഷൂട്ട് ചെയ്തിരുന്നൊക്കെ, എങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. ആ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ പ്രോസസ് എങ്ങനെയാണ് ക്ലൈമാക്സിന്റെ? ഔട്ട്ഡോർ ആ സീക്വൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പടത്തിന്റെ ഔട്ട്ഡോറിൽ മെയിൻ സീക്വൻസ് അതാണ്. ഞാനതൊരു 3 days സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് നോർമൽ ഒരു റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ട് പിടിച്ച് നമ്മളതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യം റോഡിൽ വണ്ടികൾ എന്തായാലും പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതും കൂടെയല്ല, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ തലേദിവസമൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇൻ കേസ് മഴ പെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് നമ്മൾ റെയിൻ യൂണിറ്റ് വെച്ചിരുന്നു. ആ സീൻ റെയിനായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ റെയിൻ എടുക്കാം. കാര്യം തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട തലേദിവസം. അതിന്റെ പിറ്റേ ദിവസം മഴ, ഏതെങ്കിലും സീനിൽ മഴ പെയ്ത് കഴിഞ്ഞാലേ പിന്നെ അത് റീഷൂട്ട് ചെയ്യുന്നതിന് പകരം ഓക്കെ മഴ പെയ്തു എന്ന അർത്ഥത്തിൽ അത്രയും ബഡ്ജറ്റ് ആ ഇതിൽ തന്നെ വരുന്നുണ്ട്. ആ സീക്വൻസ് എടുക്കാൻ തന്നെ അത്യാവശ്യം പടത്തിന്റെ ഒരു മെയിൻ ബഡ്ജറ്റ് അതിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര റിസ്ക് പരിപാടിയായിരുന്നു. തലേദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. ആ ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഒരു 10-20 കിലോമീറ്റർ ട്രാവലിംഗ് ആണ്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ആകെ 300 മീറ്റർ ഏരിയയിലാണ്. ഈ കാറ് മൊത്തം പോയിട്ടുള്ളത് ഒരു 300-400 മീറ്ററിനകത്താണ്. ഈ മൊത്തം ട്രാവലിംഗും ആ സ്കിഡിങ്ങും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അവിടെ നമുക്ക് എങ്ങനെ, അതായത് തൊട്ട് മുമ്പ് കണ്ട സീനിലെ ഔട്ട്ഡോർ നമുക്ക് അവിടെ കാണാനും പറ്റില്ല. അവിടെ വരരുത്, ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സ് അത് ഏകദേശം ഒരു 6-8 മിനിറ്റോളം ഉണ്ട് ആ സീന്. 8 മിനിറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു 300
300 അല്ലെങ്കിൽ 200 മീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ചെറിയ ഏരിയയിലാണ് നമ്മൾ ഈ മൊത്തം പരിപാടികളും അത്ര ഏരിയ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു 3-4 കിലോമീറ്റർ ഒരിക്കലും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബ്ലോക്ക് ചെയ്ത് അവരെ വിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഓരോ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഷൂട്ട് ചെയ്തത്. അതെ, നമ്മൾ പടത്തിൽ കാണുന്നേക്കാളും കൂടുതൽ ഷോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ചേസ് സീനുകൾ. പിന്നെ നമ്മൾ ഫൈനൽ കട്ടിൽ ട്രിം ചെയ്ത് കളഞ്ഞതാ. അത്രയും 2 ദിവസമായിട്ട് അത്രയും ഫിനെസ് പ്രഭു ആണ് അത് പ്രഭു മാസ്റ്റർ ചെയ്തത്. പിന്നെ CG ഏറ്റവും കൂടുതൽ ഉണ്ടായ ഏരിയയും സിനിമയിലാണ്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ടെൻഷനുള്ള കാര്യം തന്നെ ഒരു മേജർ സീക്വൻസ് ആയ കാരണം നമുക്ക്. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു 3-4 ക്യാമറയും ഉണ്ടായിരുന്നു, 4 ക്യാമറകളും ഉണ്ടായിരുന്നു. അപ്പൊ 4 ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് ഫ്രെയിംസ് ആദ്യമായിട്ടാണ് 4 ക്യാമറ. അല്ലാതെ അവരെന്നെ പറഞ്ഞു ആദ്യമായിട്ട് നമ്മളൊരു പടത്തിൽ 4 ക്യാമറ തരുന്നു. പക്ഷെ അവര് തന്നുണ്ട് നമുക്കാരും. എല്ലാ രീതിയിൽ പ്രൊഡക്ഷൻ ഇപ്പൊ സുരാജേട്ടനാണെങ്കിലും മാജിക് ഫ്രെയിംസ് ഒക്കെയാണ് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്ത്. ഇപ്പൊ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു റെയിനൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അന്ന് എന്തോ ഈ 4 ക്യാമറ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒറ്റ ക്യാമറയിൽ വിഷ്വലേ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല അതിന്റെ എൻഡ് ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. ആ ഷോട്ടിന് ഡിഫറെന്റ് ഷോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടപ്പോൾ അവസാനം നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ ഒറ്റ ഷോട്ട് മതി. നമുക്ക് അങ്ങനെ ആയിരിക്കും. ക്യാമറ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തു വെക്കുന്നുള്ളൂ. ആ ഫൈനൽ കട്ടിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ പക്ഷെ അതിന് മുമ്പൊക്കെ നമ്മൾ ഒന്നിലധികം ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അത് മെയിൻ സീക്വൻസ് അത് ആയിരുന്നു. അത് മഴയില്ലാത്ത കാരണം നമുക്ക് നല്ല രീതിക്ക് 2 ദിവസം കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെ ആൾക്കാർ ഹൈ കിട്ടുന്ന ടോട്ടൽ തന്നെ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു 10 ദിവസം മുമ്പ് നമ്മൾ തീർക്കാൻ പറ്റിയിരുന്നു. 52 ദിവസമായിരുന്നു നമ്മൾ ചാർട്ട് ചെയ്ത്. പക്ഷേ ഈ പെർഫോമൻസും നമ്മൾ റീടേക്ക് എടുക്കുന്നതിന്റെ തോത് കുറയുന്നതും പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ എല്ലാ യൂണിറ്റിന്റെയും ഒരുപാട് അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തീരുക. 39 ദിവസം കൊണ്ട് എൻ്റെ സിനിമയും കൺഫ്യൂഷൻസ് അങ്ങനെ ചർച്ചകൾ അങ്ങനെ ഇല്ല. കുറെ നേരം ഇങ്ങനെ എടുക്കാന്നുള്ളത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ അത്രയും ഇരുന്നുകൊണ്ടും ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതുകൊണ്ടും പറയുന്നതല്ല, മറിച്ച് ഒരു ഡയറക്ടറും DOP ഞാനല്ലെങ്കിലും ഇവനല്ലെങ്കിലും അങ്ങനെ ഒരു സിങ്ക് സംഭവിച്ചാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഈസിലി നമുക്ക് പിന്നെ എന്താണ് എടുക്കേണ്ടത് ഇത് മതി എന്നാൽ ക്ലാരിറ്റി നമ്മുടെ പ്രീ പ്രൊഡക്ഷനിൽ ഉണ്ടാകുമ്പോഴാണ്. പിന്നെ അതിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റുകൾ വേണം അപ്പുറത്തുള്ളതെങ്കിൽ.